falling apart when you're so far. You're the only thing that I can't lose. I can't lose. You filled in the cracks, didn't know I had. Melting my heart from the broken glass. Now in every part of me, it's you. And I don't want nobody else. Closer than you, closer than you. I can't let in someone else. Closer than you, closer than you. 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 ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. അഗാരിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ. അഗാരിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ.
ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാവുന്നതക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് അടിയങ്ങളെ യോഗ്യന്മാരാക്കി തീർക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സുഖദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആധിപത്യം തന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ള സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃത്വ പരിശുദ്ധാത്മാവായ ദൈവനമ്പുരാനെ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സരന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുന്നു. ഓശോ ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. എന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ പാപങ്ങളുടെ പാപങ്ങളുടെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്നെ നേടിയിരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിന്മകളെ ഞാൻ ചെയ്തു. അത് നിന്റെ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ ഞാൻ ചോദിച്ചു, പാവങ്ങളുടെ മാതാവിന്റെ ഗർഭം ധരിക്കുകയും ചെയ്തു. രക്ഷപ്പെട്ടു. നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ ഞാൻ അറിയിച്ചു. നിന്റെ സ്വഭാവം എന്നെ തളിക്കണമേ. അവിടെ പാപപ്പെടുന്നതിനാൽ എന്നെ വെണ്മയാക്കണമേ. കൈകൊണ്ടാളവളും മോതിരമതിനാൽ കൊലയിലും താമാ രക്ഷിതയാൽ അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ. റൂഹോ കാദീശോ മെനോരം വാദാമോരം വൽമീനാമി മാനവർ വന്നിച്ച് വാഴ്ത്തി പാടുന്ന ത്രൈത്വരഹസ്യം സമ്പൂജ്യം മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവരും സദാ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്നും വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവിടമായ ദൈവം നമ്പുരാനെ, നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാവിദ്യമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിങ്ങളുടേതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മുഖത്ത് വസ്ത്രം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് നീ വിവാഹ നിശ്ചയം നടത്തി. അതിന് നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു.
ജയകരമായ നിന്റെ തിരുശരക്തങ്ങൾ അതിന് മോതിരമായിട്ട് നീ വെടിപ്പോടെ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ചു. നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അത് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹിയന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്നവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നുവല്ലോ. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസനായ അടിയങ്ങൾ ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോടടിയങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീയ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെ ഉടനെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണ്ണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ അവിടുന്ന് സംഗതിയാക്കണമേ. ദൈവം നമ്പുരാനേകത്തിനും പരത്തിനും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഈറയന്മാരും മാലാകന്മാരും ഇടവിടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവിടെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുൻപാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും നീ സ്നേഹത്തോടെ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാകെ നിന്നുള്ളത് തൃപ്തി വരാത്ത വിധം ഇടവിടാതെ നിൽക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ അബുക്കുലേസ്വാം ലവൽ മീ ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബർഖേനോ എസ്കോസോ ഹോലെ ശുമലെ ഹാദോസോ ദബനായോ ഈതോ കാദിസ്തോ ബസ്മോദാബോ adruho hayo kadishum aedalolam amin. ബാധിക്കുമോ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വലുതായ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോദത്തോടുകൂടെ അത് കുറയും അനുഗ്രഹവും നൽകുകയും
പ്രിയപ്പെട്ടവളുമായ വനിതയും ആവിഷ്കാരം മുഴുവൻ ഒന്നിനോടെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലുതുകയും അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീയന്മാരിൽ എന്ന പോലെ ആചാരന്മാരുടെ കൈകളിൽ നിന്നിന്റെ വിവാഹ നിശ്ചയത്തിലൂടെ മോചനം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടി പിതാവിനും പുത്രനും പരിശുദ്ധവാക്യം കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തം മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണമാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹനിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങൾ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാവുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളനത്തിന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങളുടെ അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്ക് യോഗ്യമായി വരുത്തുന്ന സ്വഭാവ വളർച്ചയും നൽകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായിട്ട് സ്നേഹ അഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉച്ചരിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂഷാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗിയാൽ ഇവരെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസ്യാദികളെ ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്നും ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ ദൈവമായ കർത്താവ് കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. അത്യുന്നതരുടെ മണവാട്ടി പാവന സഭ ചൊന്നീടുന്നു എന്നവനേവൻ ഞാൻ ധന്യ വന്ദിക്കും നിന്നെ വേറൊരു മണവാളൻ തന്നെ പ്രിയനെന്നെ വേറൊരു നാളിൽ സത്യമുന്നതി ഞാൻ പൂണ്ടു സൃഷ്ടികളതിലതിശയമാണ്ട് മഹിമയണിഞ്ഞോൾ ഞാൻ ധന്യ എന്നെ മാമോദീസായാൽ ആത്മീയായുധമാണി ഈച്ച വിരലിന്മേന്മേ ദീപായാൽ ഞാൻ വേട്ടോള സുമുഖി സാഗരമോടുന്നേ താതനികേരം ഞാൻ പോകി നീതിരാഞ്ഞ നീതീകരിക്കപ്പെട്ട സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിനും 30, 60, 100 ഇരട്ടിയായി അവിടെ നിന്ന് പ്രതിഫലം നൽകുവാനാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുവാനാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്നേഹിതരാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനെന്നോ സൈനികൻ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ആമീൻ. മനസ്സിലുള്ള ദൈവമക്കളെ, ഇവിടെ നമ്മൾ കടന്നു വന്നിരിക്കുന്നത് പ്രിയ ബേസറിന്റെയും ജിലുവിന്റെയും വിവാഹ കൂദാശ ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് നിവർത്തിക്കപ്പെട്ട് ഈ മക്കൾക്ക് അനുഗ്രഹീത ജീവിതം നൽകുന്നപ്പോണം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനാണ്. പ്രിയമുള്ളവരെ, ഈ വിവാഹ കൂദാശ എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലിനേക്കാൾ ഉപരിയായിട്ട് 2 കുടുംബങ്ങൾ തമ്മിലുള്ള 2 ഇടവക ചേർന്നുള്ള കൂടിച്ചേരലിന്റെ ഒരു വലിയ സമയമാണ്. ഇപ്പോൾ പ്രിയമകൾ ജിലു ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ഇടവയുടെ ഭാഗമായിട്ട് മാറുകയാണ്. സന്തോഷത്തോടുകൂടി പ്രിയമകളെ സ്വീകരിക്കുകയും പ്രിയമകൻ ബേസില് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സഹോദര തുല്യനായ പ്രിയമകനാണ്. ഞാൻ ഇടവി ശുശ്രൂഷ 1 വർഷം ആയോണ്ടെങ്കിലും വളരെ സ്നേഹത്തോടുകൂടെ എൻ്റെ അടുത്ത് വർദ്ധിക്കുന്ന പ്രിയമകനാണ്. വലിയ വിവാഹ കൂദാശ വളരെയേറെ സന്തോഷത്തോടും താല്പര്യത്തോടും കൂടിയാണ് നോക്കിക്കാണുന്നത്. നമുക്ക് ദേവാലയം നഷ്ടപ്പെട്ട് കൊച്ചു ദേവാലയം നമ്മൾ ഒരുക്കിയപ്പോൾ പ്രിയമേസില് പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ വിവാഹം ഈ ദേവാലയത്തിൽ വെച്ച് നിന്ന് നിവർത്തിക്കപ്പെടണമെന്ന്. പ്രിയമുള്ളവരെ,
നമുക്ക് വലിയ ദേവാലയത്തിൻ്റെ സൗകര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ കറണ്ട് പോയിട്ട് നിങ്ങളുടെ ചൂഷണത്തിനാണ് നിൽക്കുന്നത്. എന്നാൽ തന്നെയും ദൈവമായ കർത്താവ് ഈ കൂദാശയെ നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടും കണ്ട് 30, 60, 100 ഇരട്ടിയായിട്ട് ഇതിനെ അനുഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ എളിയ അവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ വിവാഹ കൂദാശയോട് പ്രവർത്തിക്കപ്പെടുവാൻ തക്കവണ്ണം താല്പര്യം കാണിച്ചതിന് വലിയ കൃപയാണ്. നിങ്ങൾക്ക് നിങ്ങൾ നല്ല മനസ്സിൽ നമ്മളെ പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 1 ശമൂവേൽ 1:10 ഹന്ന എൽക്കാന ദമ്പതികളുടെ വിവാഹ ജീവിതത്തിന്റെ ആ വലിയ ശ്രേഷ്ഠത കാണുവാൻ സാധിക്കും. മക്കളില്ലാത്ത ഹന്നയോട് എൽക്കാന ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, അന്നേ ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ ഉത്തമനായ ഭർത്താവല്ലേ തീർത്തു. പ്രിയമുള്ളവരെ, അപ്പോൾ ബേസലിനോട് എനിക്ക് പറയാനുള്ളത്, പ്രിയമകളെ തൻ്റെ ബുദ്ധിമുട്ടിലും കഷ്ടതയിലും പ്രയാസങ്ങളിലും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. അവളുടെ എല്ലാ പ്രയാസങ്ങളുടെ സമയത്തും അവളെ ചേർത്ത് നിർത്തണം. ബേസിലിന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയുടെ പ്രയാസങ്ങളുടെയും ഏറ്റക്കുറച്ചിൻ്റെ സമയത്ത് ജിനു പ്രിയമകനെ ചേർത്ത് നിർത്തണം. പരസ്പരം ഭാരങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കണം. സുഖമത്തെയല്ല വിവാഹ ജീവിതം. നമ്മുടെ ധാരണയുണ്ട്. നമ്മുടെ ധാരണ എന്ന് പറയുന്നത് വലിയ സുഖകരമായ ഒരു ജീവിതമാണ് വിവാഹ ജീവിതം. കഴിച്ചവർക്കറിയാം അതിൻ്റെ പ്രയാസം എന്താണെന്നുള്ളതായി. അങ്ങനെയാണ് അത് കൈപ്പേറിയതും മധുരമായതും സുഖദുഃഖ സംരക്ഷണമാണ് വിവാഹ ജീവിതം. അല്ലാണ്ട് സുഖിക്കുവാൻ മാത്രമുള്ള ഒന്നായിട്ട് വിവാഹ ജീവിതം കാണണ്ട. അതാണ് പലപ്പോഴും വിവാഹ ജീവിതത്തിൽ കുറച്ച് കഴിയുമ്പോൾ താളം തെറ്റുവാൻ കാരണം. എല്ലാവരും സുഖം മാത്രം പ്രതീക്ഷിച്ച് വരുന്നവർ അങ്ങനെ ആവരുത്. പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ചില അഡ്ജസ്റ്റ്മെന്റുകൾ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത ചില വ്യക്തികളാണ് ഇന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളായി മാറാൻ പോകുന്നത്. ജീവിതത്തെ സംബന്ധിച്ചുള്ളൂ. ബേസിനെ സംബന്ധിച്ചും അങ്ങനെയാണ്. നിങ്ങൾക്ക് കിട്ടാൻ പോകും നിങ്ങളുടെ ഇപ്പൊ ബേസിന്റെ അമ്മയപ്പന്മാര്, ബേസിന്റെ കുടുംബം ഇതോടെ ജിനുവിന്റെയും കുടുംബമാണ്, അമ്മയപ്പന്മാരാണ്. നേരത്തെ ബേസിനെ സംബന്ധിച്ചിടത്തോളം ജിനുവിന്റെ മാതാപിതാക്കളും കുടുംബവും ഇതുകൊണ്ട് ബേസിന്റെ കുടുംബവുമാണ്. ആയതുകൊണ്ട് ആ ഒരു ശ്രേഷ്ഠമായ കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾ വളർത്തി വലുതാക്കിയ മാതാപിതാക്കന്മാരെ മറന്നു പോകരുത്. നിങ്ങളായി തീരുവാൻ വേണ്ടി ചെറുതായി തീർന്ന മാതാപിതാക്കളാണ്. ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി പ്രയാസപ്പെട്ട് നിങ്ങളെ ഈ നിലയിലേക്ക് എത്തിച്ച നിങ്ങളുടെ മാതാപിതാക്കൾ. അപ്പൊ ആയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന ഈ ശ്രേഷ്ഠത നിന്നുകൊണ്ട് ഒരു പുതിയ കുടുംബജീവിതം തുടങ്ങുമ്പോൾ ഒരിക്കൽ പോലും മാതാപിതാക്കളെ മറന്നുകൊണ്ട്, സഹോദരങ്ങളെ മറന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആയിരിക്കരുത് എന്നുള്ള കാര്യം സ്നേഹത്തിൽ ഓർമ്മിക്കുകയാണ്. സ്നേഹമുള്ള മക്കളെ, ദൈവം നമ്പരാനെ മറന്നു പോകരുത്. ദൈവമാണ് നിങ്ങൾ കൂട്ടിച്ചേർന്നത്, ദൈവമാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്, അല്ലാതെ കുടുംബക്കാരൊന്നുമല്ല. ദൈവമാണ് നിങ്ങളായി തന്നെ നിങ്ങൾക്ക് പരസ്പരം ജോഡികളായി ഇണകളായിട്ട് നിങ്ങൾ ചേർത്ത് വെച്ചത്. ആയതുകൊണ്ട് ആ ദൈവമാണ് നിങ്ങൾ കൂദാശയിലൂടെ നിങ്ങളെ ബന്ധിപ്പിക്കുന്നത്. പട്ടക്കാരൻ എന്ന് പറയുന്നത് കൂദാശം അനുഷ്ഠിക്കുന്ന കൗദാശയം മാത്രമാണ്. പട്ടക്കാരനോട് ദൈവത്തിന്റെ കൃപ നിങ്ങളിലേക്ക് വരുമ്പോഴാണ് വിവാഹ കൂദാശം പൂർണ്ണമായി തീർന്നത്. ആയതുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ദേവാലയത്തെ സ്നേഹിക്കുന്നത് മക്കളോട് നിങ്ങൾ മാറണം. വിവാഹ കൂദാശയ്ക്ക് എന്നും പള്ളി വരുന്ന ടീമൊന്നും അല്ലാതെ അപ്പൊ അത് ഇത് വേണം, അത് മാറ്റി അവനെ എന്നും പള്ളിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇച്ചിരി മടിയൊന്നുമാണ്. അപ്പോൾ എന്നും ദേവാലയത്തിൽ ഇന്ന് വന്ന് താല്പര്യത്തോടു കൂടി വരണം എല്ലാ കാലഘട്ടത്തിലും. അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും ആരാധനയ്ക്ക് വരുന്നവരും ദൈവത്തെ ഉപയോഗിക്കുന്നവരായി തീരുവാനായിട്ട് സാധിക്കണം. സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ്. ഒത്തിരി സന്തോഷത്തോടു കൂടി മക്കളുടെ വിവാഹകൂദാശ അനുഗ്രഹിക്കുകയാണ്. ദൈവമായ കർത്താവ് കൂടുതൽ ഒരു വാഴ്ത്തി കൃപകൾ നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല സന്താനങ്ങളെ ഇവർക്ക് നൽകട്ടെ. നല്ല തലമുറകൾ കാണുവാൻ ഒരു ഭാഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഇപ്പോൾ മോതിരവാഴിയുടെ ശുശ്രൂഷയാണ് അവസാനിച്ചത്. കിരീടവാഴിയുടെ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. Bye.
നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായി ദൈവത്തെ സ്തുതിക്കുകയും മിശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും എന്തെന്നാൽ മിശിഹ സഭയുടെ തലയും ശരീരത്തിലെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ മിശിഹ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടും വണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറമോ തത്തുല്യങ്ങളായ മറ്റു പലതുമോ കൂടാതെ നിർമ്മലതയും വിശുദ്ധിയുമായ തേജസ്വിനിയായി നൽകി സ്വീകരിക്കുവാനുമായിട്ട് സഭയ്ക്കായി മിശിഹ സ്വപ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാവുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹ സഭയ്ക്ക് വേണ്ടുന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസ സംബന്ധികളും അസ്ഥി സംബന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവർ ഈ ഒരു ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെ കുറിച്ചും സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സുഹൃത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാക്തത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായും
ഗലീലായിൽ നിന്നും യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിയുടെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീശന്മാർ അടുത്തു ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യഭർത്താക്കന്മാരുടെ പരസ്പര ജീവിതം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. എന്തുകൊണ്ടെന്നാൽ ഷണ്ഡന്മാരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുമുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കി തീർക്കുന്നവരുണ്ട്. ശക്തരാവാൻ കഴിയുന്നവർ ശക്തരാകട്ടെ എന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ച് അരുളി ചെയ്തു. ശൈലോ ശ്ലോമോ ലെക്കുൽക്കൂ ശമലേ ക്രീലെ ഹോലെ റിഷേ ദാലൈഹും മെസ്സിമി ബസ്മോദാബോ ദാബ്രോ അദ്റൂഹോ ഹയോ കാദിഷം അയദൽ മോനം അൽമീ വാനിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാളന്റെ ശിരസിന്മേൽ ആചാര്യൻ ചൂടിക്കുന്നു. കർത്തനാൽ ഘോഷിച്ചിറക്കും കൗതുകമേറും കിരീടം മണവാളന്റെ ശിരസിന്മേൽ ആചാര്യൻ ചൂടിക്കുന്നു. നിന്നെ നീതിയും കിരീടം ധരിപ്പിക്കുകയും അക്ഷയും അലങ്കാരങ്ങളും അലങ്കരിക്കുകയും ശത്രുക്കൾ എതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ.
Lilo bidedu moran mensmayo soyahno his al soyoe lilo kohano soyem risho മുടിയാൽ മണവാളനും മണവറയാൽ മണവാട്ടിക്കും വനിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയയാചാര്യൻ അണിയിക്കും മകുടം രമ്യം ഘോഷിച്ചിറക്കും കൗതുകമേറും കിരീടം മണവാട്ടിയുടെ ശിരസിന്മേൽ ആചാര്യൻ ചൂടിക്കുന്നു ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റുകൊണ്ട ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാനും നിനക്ക് ഇടയാകുകയും ചെയ്യട്ടെ. മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നതായ ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശീഹ യഥാർത്ഥമായ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശീഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുടെ വലുതുകരം വന്ന് നിങ്ങളിൽ ആവശ്യിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതങ്ങളോടുകൂടി ഇരുന്ന് അകൽ കർശന വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്നും ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിനും ഇസ്ഹാക്ക് യാക്കോബിനും യാക്കോബ് യോസേഫിനും സന്തോഷപ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ലോകിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ.
ദൈവം അബ്രഹാമിന് ഇസ്ഹാക്കിന് യാക്കോബിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് പരിമഞ്ഞും ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. എന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിന് വിട്ടുന്ന യോസേഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ നിന്ന് വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. ആമീൻ. വലതുഭാഗത്തെ കടനെ പോലെ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി തീരട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇസ്രായേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരയറ്റാം. സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവത്തിന്റെ ഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മക്കൾ സത്യത്തിനും നീതിയിലും സൽപ്രവൃത്തിയിൽ തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കും. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവരുടെ സന്നിധിയിലാകുന്നു, അറിയാത്തവരുടെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിനും ഞാൻ നിരപരാധിയായിരിക്കും.
പട്ടക്കാരിലും ഷമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതിയായ മാതാവും ദൈവജനനിയുമായ പരിശുദ്ധ കന്യാമർത്തമറിയ അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതുകരം എന്നേക്ക് നിങ്ങളിൽ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം നല്ലവണ്ണം ശ്രദ്ധിക്കും. അവൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും ഇവളോട് ദൈവമുള്ളവനായിരിക്കുകയും ചെയ്യണം. നഗ്നനായിരുന്നാലും ഇവൾക്ക് ധരിപ്പാൻ നൽകണം. ദാഹിച്ചിരുന്നാലും ഇവൾക്ക് കുടിക്കുവാൻ നൽകണം. ഇവളുടെ ന്യായമായ പ്രകാരം ഇവരുടെ പരിചയം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ ഇവരുടെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. I found you passing by in cold December. Lost in view, but still your face and your gaze I remember. Looking at the diamonds in your eyes, shine in the pale moonlight. We've come so far, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. At 59, when we feel young. I found us reminiscing our days together. Found our names written in the stars forever. Looking back at all that we've been through, a fairy tale come true. I'm there for you, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel
ആരും കാണാതെന്നും ആരോടും ചൊല്ലാതെ കണ്ണാൽ കണ്ണാൽ തമ്മിൽ മിണ്ടുന്നു നാം. ഞാനും നീയും തേടും നാളെത്തും വൈകാതെ ചായം തൂകും തമ്മിൽ മെല്ലെ മെല്ലെ മിന്നും. നിന്നാണം കാണാനായി നിൻ കോപം വാടാനായി എന്നാളും നിഴലായി തണലേ കിടാമീ ജീവനിൽ നിന്നോരം മാറാതെങ്ങും മായാതെ. കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ. ഓരോ രാവും നീയൻ താരാട്ടായി മാറുമ്പോൾ ഓരോ നോക്കും വാക്കും നീയാകുമ്പോൾ പോകും തെന്നൽ പോലും നിന്നീണം മൂളുമ്പോൾ ഓരോ നാളും മെല്ലെ ഞാൻ മാറുമ്പോൾ താനേ നിൻ കാവൽ കണ്ണാകാം നിന്നോമൽ കൂടേറാം ഉള്ളാകെ പകരാം പറയാക്കിനാവായി നീ വരൂ എന്നോരം മാറാതെങ്ങും മായാതെ. കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ. പാതിരാവിന്റെ വാതിലിൽ പൂവ് ചൂടുന്ന താരമേ പുലരാൻ വൈകുമോ ഇനി രാവേറുമോ കണ്ണോരം കാണും മോഹം നേരാണോ പതിയെ നീങ്ങുന്ന നേരമേ വെറുതെ വേഗത്തിലോടുമോ അവനോടായിതാ അലിയാൻ കാത്തു ഞാൻ ഇന്നേതോ തീരാദാഹം നേടാനോ പകുതി തീരാ കവിത പോലെ അകലെ നിൽപ്പൂ നീ വരാതെ പുതിയൊരാനന്ദമോ പതിവുകൾ ദൂരയോ. വാനിലോ ഞാൻ താഴെയാണോ പ്രണയമാം ജാലമോ കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ. കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ. ഓ ഓ ഓ
വാനിൻ തീരങ്ങൾ തെളിയുന്നു, കാണാത്ത ലോകം നാം അണയുന്നു. ആഴങ്ങൾ തീരാതി കടൽ പോലെ കഥകൾ നീളുന്നു. ഇവിടെ ആരാരും ചിരികളാരും പഴയ നോവിന്റെ കൈപ്പൊന്നു. പുതിയ ജന്മം ഇതാണു നിൻ പരദീസ. നെഞ്ചോരം മോഹങ്ങൾ നിറയുമ്പോൾ നാം എല്ലാം ഈ മണ്ണിലൊരു പോലെ. നീ എന്നും ഞാനെന്നും തിരുവില്ലാതുലകം ഒരുപോലെ. പാടുന്നോർ പാടട്ടെ, ആടുന്നോരാടട്ടെ, ചേരുന്നോരൊന്നായി ചേരട്ടെ. അതിനു കെൽപ്പുള്ള ഭൂമി നിൻ പർദീസ. Not salsa, not flamenco, my brother. Do you know Natu? What is Natu? పొలం గట్టు దుమ్ములోన పోట్ల గిత్త దూకినట్టు, పొలేరమ్మ జాతరలో పోతరాజూగినట్టు, కిర్రు చెప్పులేసుకొని కర్ర సాము చేసినట్టు, మర్రి చెట్టు నీడలోన కుర్ర గుంపు కూడినట్టు, ఎర్ర జొన్న రొట్టెలోన మిరప దొక్కు కలిపినట్టు. నా పాట చూడు, నా పాట చూడు, నా పాట చూడు. నాటు 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 తీర నాటు, నాటు 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 కూర నాటు, నాటు 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 పచ్చి మిరపలాగా పిచ్చనాటు, నాటు 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 పిచ్చు కత్తిలాగా వెర్రి నాటు. అరే దుమ్ము దుమ్ము దులిపేలా లోపలున్న పానమంతా కుటుముకులాడేలా దూకేనో సరాసరి నాటు నాటు నాటు. സംഗീതം ഇനി നീ എൻ സല്ലാപം, നീ എൻ ശ്രീരാഗം, അലനൊരിയും അനുരാഗം, നിൻമിഴികളിലൂറും സ്നേഹം, എൻ കനവിൽ നിറയും മോഹം, നിൻ കൈകളിൽ ചേരും നേരം ഞാൻ പനിനീർ മലരാഗം.
like a firefly, open the night, alive and bright, chasing old shadows. Days grow longer and nights grow shorter as I lie free, passing streetlights and starry moonlights and I fly free. The days grow longer and nights grow shorter as I lie free, passing streetlights and starry moonlights and I fly free. Hey! Hey! There I see, I feel no sorrow. चले निकले तुझे की तरह. There I see, I feel no sorrow. चले निकले तुझे की तरह. Like a firefly, open the night, alive and bright, chasing old shadows. Like a firefly, open the night, alive and bright, chasing old shadows. Like a firefly, open the night, alive and bright, chasing old shadows. Like a firefly, open the night, alive and bright, chasing old shadows.